ദ ലീഡർ വെച്ച ഗാമ ബോംബ് പൊട്ടിത്തെറിച്ചതോടെ റെഡ് ഹൾക്ക് വലുതാവുകയാണ്. അത് മാത്രമല്ല, റെഡ് ഹൾക്കിന്റെ കണ്ണിലും ദേഹത്തുമൊക്കെ തീയാണ്. അങ്ങനെ അൺകൺട്രോൾഡ് ആയിട്ട് നിൽക്കുന്ന റെഡ് ഹൾക്ക് അവഞ്ചേഴ്സിനെ ആക്രമിക്കുന്നു. തോർ മ്യോൾനിയറിന്റെ സഹായത്തോടെ റെഡ് ഹൾക്കിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും തോറിനെ പുഷ്പം പോലെ റെഡ് ഹൾക്ക് ഡിഫീറ്റ് ചെയ്യുന്നു. എന്നിട്ട് തോറിന്റെ ഹെൽമെറ്റ് റെഡ് ഹൾക്ക് തന്റെ തീ കൊണ്ട് ഉരുക്കി കളയുന്നു. അവഞ്ചേഴ്സിന് റെഡ് ഹൾക്കിന്റെ മുൻപിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. റെഡ് ഹൾക്ക് ദ ലീഡറിനെയും ആക്രമിച്ച് തറ പറ്റിക്കുന്നു. എന്നിട്ട് റെഡ് ഹൾക്ക് എവിടേക്കോ പോവുകയാണ്. റെഡ് ഹൾക്ക് ഒരു ഐലൻഡിലേക്കാണ് പോകുന്നതെന്ന് മനസ്സിലാക്കിയ അവഞ്ചേഴ്സ് റെഡ് ഹൾക്കിനെ ഫോളോ ചെയ്ത് ആ ഐലൻഡിലേക്ക് പോയിട്ട് റെഡ് ഹൾക്കുമായിട്ട് ഒരു വമ്പൻ പോരാട്ടം നടത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവഞ്ചേഴ്സിന് അധിക നേരം പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. ഈ സമയത്ത് ടോണി സ്റ്റാർക്ക് ഫ്രൈഡേയുടെ സഹായത്തോടെ അവഞ്ചേഴ്സിനെല്ലാം അവർക്ക് അനുയോജ്യമായ ഹൾക്ക് ബസ്റ്റർ ആർമേഴ്സ് കൊടുക്കുന്നു. പക്ഷെ ഹോക്കയുടെ ഹൾക്ക് ബസ്റ്റർ ആർമർ നശിപ്പിച്ച റെഡ് ഹൾക്ക് പെട്ടെന്ന് അവിടെ നിന്നും പോകുന്നു. ഈ സമയത്ത് അവഞ്ചേഴ്സിനെ തപ്പി അവഞ്ചേഴ്സ് ടവറിലേക്ക് എത്തിയ ഹൾക്കിനോട് ട്രൂമൻ മാർഷ് പറയുവാണ്, അവഞ്ചേഴ്സ് ഇപ്പോൾ വലിയൊരു ട്രബിളിലാണ്. അവരെ ഇപ്പോൾ സഹായിക്കാൻ നിനക്ക് മാത്രമേ സാധിക്കൂ. റെഡ് ഹൾക്കിനെ നീ എങ്ങനെയെങ്കിലും സ്റ്റോപ്പ് ചെയ്യണം എന്നൊക്കെ. റെഡ് ഹൾക്ക് വിസ്റ്റാവറുടെ എന്ന ഒരു ടൗണിൽ പോയിട്ട് അവിടെ വലിയ നാശനഷ്ടം ഉണ്ടാക്കുകയാണ്. റെഡ് ഹൾക്കിനെ ഫോളോ ചെയ്ത് വിസ്റ്റാവറുടെയിലെത്തിയ അവഞ്ചേഴ്സ് റെഡ് ഹൾക്കിനോട് പോരാടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഈ പ്രാവശ്യവും റെഡ് ഹൾക്ക് അവഞ്ചേഴ്സിനെ ആക്രമിച്ച് തറ പറ്റിക്കുന്നു. പെട്ടെന്ന് തന്നെ ഹൾക്ക് അവിടേക്ക് വന്നിട്ട് റെഡ് ഹൾക്കുമായിട്ട് ഒരു വമ്പൻ പോരാട്ടം നടത്തുന്നു. എന്നാൽ ഹൾക്കിനും റെഡ് ഹൾക്കിനോട് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. പെട്ടെന്ന് തന്നെ ഹോക്കൈ അവഞ്ചറ്റിന്റെ സഹായത്തോടെ റെഡ് ഹൾക്കിനെ ഷൂട്ട് ചെയ്ത് ഡിസ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് അയൺമാനും ബ്ലാക്ക് വിഡോയും അവരുടെ ഹൾക്ക് ബസ്റ്റർ ആർമറിന്റെ സഹായത്തോടെ ഹൾക്കിനെ അവിടെ നിന്നും മാറ്റിയിട്ട് അവഞ്ചേഴ്സ് ടവറിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ എത്തിയ അയൺമാനും ബ്ലാക്ക് വിഡോയും ഹൾക്കിന്റെ നിർദ്ദേശപ്രകാരം ഹൾക്കിന്റെ പവർ കൂട്ടാനായിട്ട് ഹൾക്കിനെ ഒരു പാർട്ടിക്കിൾ ആക്സലറേറ്ററിൽ കയറ്റിയിട്ട് അതിലെ ഗാമ എനർജി ലെവൽ കൂട്ടുകയാണ്. അങ്ങനെ ഗാമ എനർജി കൂട്ടിയിട്ട് അതിശക്തനായ ഹൾക്ക് ആ പാർട്ടിക്കിൾ ആക്സലറേറ്ററിൽ നിന്നും പുറത്തേക്ക് വന്നിട്ട് അയൺമാനെയും ബ്ലാക്ക് വിഡോയെയും ആക്രമിക്കാൻ ശ്രമിക്കുവാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ ബ്ലാക്ക് വിഡോ ഹൾക്കിനെ ശാന്തനാക്കാൻ ശ്രമിക്കുന്നു. അതോടെ ഹൾക്ക് മനസ്സിലാക്കുവാണ് തന്റെ മുൻപിൽ നിൽക്കുന്നത് തന്റെ ഫ്രണ്ട്സ് ആണെന്ന്. എന്നാൽ പെട്ടെന്ന് തന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ റെഡ് ഹൾക്ക് അവിടേക്ക് വന്നിട്ട് ഹൾക്കിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. എന്തായാലും ഹൾക്ക് ഇപ്പോൾ റെഡ് ഹൾക്കിനോളം പവർഫുൾ ആണ്. ഹൾക്കും റെഡ് ഹൾക്കുമായിട്ട് ഒരു വമ്പൻ ഫൈറ്റ് നടക്കുന്നു. ആദ്യമൊക്കെ റെഡ് ഹൾക്ക് ഹൾക്കിനെ ആക്രമിക്കുന്നുണ്ടെങ്കിലും പിന്നീട് അങ്ങോട്ട് ഹൾക്ക് റെഡ് ഹൾക്കിനെ എടുത്തിട്ട് അലക്കുകയാണ്. പോരാട്ടത്തിന്റെ ഇടയ്ക്ക് അയൺമാൻ റെഡ് ഹൾക്കിന്റെ കഴുത്തിൽ ഒരു ഡിവൈസ് ഘടിപ്പിക്കുന്നു. എന്നിട്ട് അതേ ഡിവൈസ് ഹൾക്കിന് കൊടുക്കുകയാണ്. റെഡ് ഹൾക്കിനെ പിടികൂടിയ ഹൾക്ക് ആ ഡിവൈസിന്റെ സഹായത്തോടെ റെഡ് ഹൾക്കിന്റെ ഗാമ എനർജി മൊത്തം അബ്സോർബ് ചെയ്യുന്നു. അതോടെ റെഡ് ഹൾക്ക് നോർമലായി. എന്നാൽ ഹൾക്ക് താൻ ഇതുവരെയും ആയിട്ടില്ലാത്ത ഹൾക്കിന്റെ എക്സ്ട്രീം ലെവൽ വേർഷൻ ആയിട്ട് മാറുകയാണ്. എന്നാൽ ഹൾക്കിന്റെ മൈൻഡിൽ നിന്നുകൊണ്ട് ബ്രൂസ് ബാനർ ഹൾക്കിനെ ശാന്തനാക്കാൻ ശ്രമിക്കുന്നു. അതോടെ ഹൾക്ക് പഴയ ഫോമിലേക്ക്, അതായത് ഹൾക്കിന്റെ നോർമൽ ഫോമിലേക്ക് മാറുന്നു. അങ്ങനെ റെഡ് ഹൾക്കിനെ മെഡിക്കൽ ചെക്കപ്പിനായിട്ട് ട്രൂമൻ മാർഷിന്റെ ആളുകൾ കൊണ്ടുപോകുന്നു. ട്രൂമൻ മാർഷ് അവഞ്ചേഴ്സിനോട് പറയുവാണ്, ഹൾക്കിന് ഇവിടെ നിങ്ങളോടൊപ്പം നിൽക്കാം, പക്ഷെ ഈ കോളർ പവർ ഡാമ്പനർ അവന്റെ കഴുത്തിൽ അണിയണം. ഇവനൊക്കെ എപ്പോൾ ഒരു മോൺസ്റ്റർ ആവുക എന്ന് പറയാൻ പറ്റില്ല എന്നൊക്കെ. എന്നാൽ അവഞ്ചേഴ്സ് ട്രൂമൻ മാർഷിനെ എതിർക്കുന്നു. ടോണി സ്റ്റാർക്ക് ട്രൂമൻ മാർഷിനോട് പറയുവാണ്, നിനക്ക് അവഞ്ചേഴ്സിനെ അല്ല വേണ്ടത്, ആ അവഞ്ചേഴ്സ് ഹൾക്ക് കൂടെ ചേർന്നതാണ്. എന്നിട്ട് ടോണി സ്റ്റാർക്ക് ട്രൂമൻ മാർഷിന്റെ കയ്യിലുണ്ടായിരുന്ന കോളർ പവർ ഡാമ്പനർ ഷൂട്ട് ചെയ്ത് നശിപ്പിക്കുന്നു. എന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.